വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. ഇന്നലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് ഈ രാവിലത്തെ ഓഡിയോ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണണം അല്ലേ? നമുക്കപ്പോൾ നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. 1 ഡേ ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തുകൊണ്ടാണ് 24,337 ഇന്ന് മോർണിംഗിൽ പറഞ്ഞത് എന്താണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് അല്ലേ? ഈ 24,337 എന്ന് വെച്ചാൽ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാത്രം എടുക്കരുത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് കണ്ട, ഇതൊരു സോണായിട്ട് എടുക്കുക. ഇതൊരു സോണായിട്ട് എടുത്തതിന് ശേഷം ഇത് കണ്ട, ഈ ഒരു റേഞ്ച് നോക്കിക്കോ നിങ്ങൾ. ഈ റേഞ്ചിൽ നിന്ന് ഇവിടെ ഒന്ന് സപ്പോർട്ടുണ്ട്, പിന്നെ സപ്പോർട്ട് എടുത്തു, മുകളിലോട്ട് പോയി, സപ്പോർട്ട് എടുത്തു, മുകളിലോട്ട് പോയി, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, പിന്നെ ഈ സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇതെന്താണ് റിയാക്ട് ചെയ്യുക? ഇത് പിന്നെ ഒരു വലിയ റെസിസ്റ്റൻസ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ മോർണിംഗിൽ ഇത് പറഞ്ഞത്. ഈ ഒരു റേഞ്ചിലായിരിക്കും ഓപ്പണിങ്. ഇവിടെ നിന്ന് നല്ലൊരു റെസിസ്റ്റൻസ് കാണും. ഓക്കെ, ഈ ക്യാൻഡിൽ ഫോർമേഷൻ കണ്ട, ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷനെ പറയുന്നതാണ് ഡാർക്ക് ക്ലൗഡ്. എന്നുവെച്ചാൽ നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവും. മാർക്കറ്റിൽ എന്താ പറയുക, നമ്മുടെ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തു എന്നുള്ള രീതിയിലുള്ളൊരു ഫോർമേഷൻ വന്നു. നിങ്ങളൊരു 5 മിനിറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാണിച്ചു തരാം. 5 മിനിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്? ഇന്നത്തെ രാവിലത്തെ ഓപ്പണിങ് കണ്ട, ഒരു പിൻ ബാർ ക്യാൻഡിൽ, ഒരു മാർക്കറ്റിൽ ബയേഴ്സ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലും തന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ഒറ്റയടിക്ക് വീണു. കണ്ട, ആ ഒരു മൂവ്മെൻ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിൽ എന്താണ് പറയുന്നത്? നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ പിടിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി തുടങ്ങാൻ പോവുകയാണ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ഇനി മുകളിലോട്ട് മാർക്കറ്റ് പോകും. അങ്ങനെ കാണിച്ചതിന് ശേഷം ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇവിടെ സെല്ലേഴ്സ് ഇരിപ്പുണ്ട്. ഈ സെല്ലേഴ്സ് ഉണ്ട്, ഈ ഒരു മാർക്കറ്റ് സെല്ല് ചെയ്ത ആൾക്കാരുടെ പൊസിഷൻ ഇവിടെ ഇപ്പോഴും ഉണ്ട്, വാലിഡാണ് ആ പൊസിഷൻ. ഇവരെന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവരുടെ പ്രോഫിറ്റ് കുറയാൻ തുടങ്ങും. പിന്നെ പയ്യെ ഇതിൻ്റെ മുകളിലോട്ട് പിന്നെയും കയറി പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ലോസ് വരാൻ തുടങ്ങും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ പിന്നെയും ഈ ലെവലിൽ വന്ന് പിന്നെയും സെല്ല് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇന്ന് രാവിലെ മോർണിംഗിൽ ഇവിടെ നടന്നത്. നമുക്ക് എന്നിട്ട് ഈ ഒരു ലോ നോട്ട് ചെയ്ത് നോക്കാം. ഈ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡലിലെ ലോ നോട്ട് ചെയ്തു, കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസത്തെ ക്യാൻഡലിലെ ലോ നോട്ട് ചെയ്തു. ഓക്കെ, നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. നിങ്ങൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിലോട്ട് പോകും ഡയറക്റ്റ് തന്നെ. ഞാൻ പറയാം, നാളെ മാർക്കറ്റിൽ നല്ലൊരു ട്രാപ്പ് വരാൻ പോകുന്നുണ്ട്. നല്ല ട്രാപ്പ് വെച്ചാൽ ഞാനത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും ആ ട്രാപ്പ് എന്ന്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നാളെ സപ്പോസ് മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്, ഒരു 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പോ 30 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആ റേഞ്ചിൽ തന്നെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഓക്കെ, അതിനുശേഷം റീറ്റെയിൽ ട്രേഡേഴ്സ് ട്രാപ്പ് എവിടെയാണ് ആവുന്നത്? നാളെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 24,145 ഈ റേഞ്ചിൻ്റെ താഴെ മാർക്കറ്റ് പോയി ഈ ഒരു റേഞ്ച് ഇത് കണ്ട, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെ പോലുള്ളവർ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ ട്രേഡ് എടുക്കാൻ തുടങ്ങും. താഴത്തോട്ട് ഈ ഒരു ഗ്യാപ്പ് റീഫില്ലാകും എന്ന് വിചാരിച്ച് നമ്മൾ ട്രേഡ് എടുക്കാൻ തുടങ്ങും. പക്ഷേ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നാളെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ട് എല്ലാവരും ശ്രദ്ധിക്കില്ല. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ട്രേഡ് എടുത്തു, പുട്ട് സൈഡിലോട്ട് നമ്മൾ ട്രേഡ് എടുത്തു, നമ്മൾ പുട്ട് ബൈ ചെയ്തു. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇതിൻ്റെ ഈ റേഞ്ചിൽ നിന്ന് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് പോകും. അപ്പം നമ്മളിവിടെ നമ്മളിവിടെ പുട്ടിൽ ട്രാപ്പായി, ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ പുട്ടിൽ ട്രാപ്പായി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്തോട്ട് കയറുക, അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് റിവേഴ്സ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ എടുത്ത പുട്ടിൽ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ നമുക്ക് ലോസ് വന്നു തുടങ്ങി, നല്ല രീതിയിൽ ലോസ് വന്നു. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് കയറി. അപ്പം നമ്മളെന്താ വിചാരിക്കുക? നമ്മൾ കുറേ ചാനലിൽ കേൾക്കുന്നുണ്ട് ഇങ്ങനെ, ഇത് വേണ്ട, ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ. ഞാൻ ഫ്ലാഗ് ആൻഡ് പോൾ സിമ്പിളായിട്ടൊന്ന് വരച്ചു തരാം.
ഈ ഒരു ഫ്ലാഗ് ആൻഡ് പോള് പാറ്റേൺ ഫോം ചെയ്യുകയാണെന്നുള്ള രീതിയിൽ എന്താ പറയുക ഒരു ഓക്കെ ഈ ഒരു ഫ്ലാഗ് ആൻഡ് പോള് സംഭവിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കും. പക്ഷേ അത് നടക്കില്ല. അതെന്താണ്, നമ്മളെ കണ്ട് ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്യുക, നമ്മളിവിടെ എന്ത് ചെയ്തു, പുട്ട് ബൈ ചെയ്തു, ഇവിടെ വന്ന് ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കാം, മാർക്കറ്റിൽ ഈ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ നടക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് സി സൈഡിലുള്ള ട്രേഡ് എടുക്കും. പക്ഷേ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ എൻ്റെ ഇവിടെ പുട്ട് സൈഡിലോട്ടുള്ള ട്രേഡ് എടുക്കും. കണ്ട, അത് മനസ്സിലായോ? ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുട്ട് സൈഡിലോട്ട് ട്രേഡ് എടുക്കും. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സോൺ ആയാലും ഈ റേഞ്ച് ആയിരിക്കും, ഒരു 23,900. ഈ ഒരു മൂവ്മെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ്, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ റേഞ്ചിലോട്ട് വന്നു, അതിനുശേഷം ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ ഒരു ടാർഗറ്റ് ക്യാച്ച് ചെയ്യാൻ ഞാൻ നാളെ ഇൻട്രസ്റ്റഡ് ആണ്. ഇതാണ് ഞാൻ എൻ്റെ നാളത്തെ പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റോക്കും നോക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ പേരാണ് ദൽ ഭാരത്. ദൽ ഭാരതിലും സെയിം ഒരു സിറ്റുവേഷനാണ്. ദൽ ഭാരതിലും സെയിം സിറ്റുവേഷൻ. ദൽ ഭാരതിലും സെയിം സിറ്റുവേഷനാണ്. ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നാളെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഈ റേഞ്ചിന് ശേഷം, ഇല്ലെങ്കിൽ ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നാളെ സപ്പോസ് ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്ന് വെച്ചോ, ഈ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷം ഇവിടെ നിന്നൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് താഴത്തോട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പൊസിഷണലായിട്ടുള്ള ഒരു ട്രേഡാണ്, ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. എങ്ങനെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു മൂവ്മെൻറ്റ് 1900 ടാർഗറ്റിന് വേണ്ടി ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. മാർക്കറ്റിൽ വീക്ക്നെസ് ഉണ്ട്, നല്ല വീക്ക്നെസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് നമുക്ക് എണ്ണ മേടിക്കാനുള്ള ടൈം കഴിഞ്ഞു, ഒരു 22ഓടുകൂടി തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ന്യൂസ് ഉണ്ട്, അവർ തമ്മിലുള്ള ചർച്ച പൂർണ്ണമായിട്ടും തീരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ ഡൗൺ സൈഡിലോട്ട് ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ നിഫ്റ്റിയിലും കണ്ടോ, ഈ നിഫ്റ്റിയിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് 23,000 ഈ ഇത് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 23,000 വരെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ നിഫ്റ്റി ആൻഡ് സ്റ്റോക്ക് അനാലിസിസ്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.